നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയാൻ മാത്രം വാ തുറക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യയിലുള്ളത്. കശ്മീർ ആക്രമണത്തിന് 3 ദിവസം മുമ്പ് മോദിക്ക് വിവരം ലഭിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ് മുതിർന്ന നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആരോപിക്കുന്നത്. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നൊരു ചോദ്യവും. മല്ലികാർജുൻ ഖാർഗെ വിചാരിക്കുന്നത് കോൺഗ്രസിലെ ഒറ്റുകാരുടെ സ്വഭാവമാണ് BJPക്കും എന്നാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതല്ലേ പാടും. ഒറ്റിക്കൊടുത്തതല്ലേ മല്ലികാർജുൻ ഖാർഗെക്കും കോൺഗ്രസിനും ഓർമ്മ വരൂ. നിങ്ങൾക്ക് ഈ ഒറ്റുകഥ ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. 1991 ഇതുപോലൊരു മെയ് മാസത്തിൽ തമിഴ്നാട്ടിലെ പെരുമ്പതൂരിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ആ സ്റ്റേജിലുണ്ടായിരുന്നു? ഏതോ ഒരു മുൻ കോൺഗ്രസ് MLAയും നമ്മുടെ ഇവിടത്തെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനെയൊക്കെ പോലെയുള്ള കുറെ മഹിളാ കോൺഗ്രസ് നേതാക്കളും മാത്രം. ഓർക്കണം, പ്രധാനമന്ത്രിയാണ് വന്നത്. കോൺഗ്രസുകാരുടെ ജീവിക്കുന്ന ദൈവം രാജീവ് ഗാന്ധിയാണ് വന്നത്. ഏതെങ്കിലും നേതാവും ക്യാമറയും ഉണ്ടെങ്കിൽ ഇടിച്ചു തള്ളി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയാണെന്ന് ഓർക്കണം. എന്നിട്ടും ദേശീയ രാഷ്ട്രീയത്തിലെയോ തമിഴ്നാട് രാഷ്ട്രീയത്തിലെയോ എണ്ണം പറഞ്ഞ ഒരു നേതാവ് പോലും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അവർക്കാർക്കും ഒരപകടവും ഉണ്ടായില്ല. രാജീവ് ഗാന്ധിയുടെ ജീവൻ ആപത്തുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയെ ഒറ്റയ്ക്കാക്കിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം മുങ്ങി. അതേ ഒറ്റുകാരുടെ പാരമ്പര്യമാണ് എല്ലാവർക്കുമെന്ന് കരുതരുത്. കാരണം ആ പാരമ്പര്യമല്ല BJPക്കുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിന് കാരണക്കാരായ പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ പഞ്ചപുച്ഛമടക്കി നിന്ന കോൺഗ്രസ് അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അടിക്ക് തിരിച്ചടി നൽകാൻ കഴിവുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ഇന്ന് കണ്ടത്. അടിക്കാൻ വരുന്നവരെ അടിച്ചോ, ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് പറയുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിന് നിങ്ങളെപ്പോലെ ഒറ്റ പാരമ്പര്യവും അടികൊണ്ട് നിൽക്കുന്ന പാരമ്പര്യവും ഇല്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.